വിക്രമിനെ എന്തിനാണോ താൻ അറസ്റ്റ് ചെയ്തത് എന്നിങ്ങനെ CI ചോദിക്കുമ്പോൾ നമ്മുടെ സാബു സാർ പറയുന്നുണ്ട്, വണ്ടിക്ക് പേപ്പറൊന്നും ഇല്ലാഞ്ഞിട്ടാണെന്ന് പറയും കേട്ടോ. താൻ ചെയ്ത ആ വിക്രസ് ഇപ്പം നാട്ടിലുള്ള പൊതുജനങ്ങൾ മുഴുവൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പം നമ്മുടെ CI സാറ് വേദന ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. സർ, ഫൈൻ അടച്ച് വിടാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. വേണമെങ്കിൽ ഇവർക്ക് വണ്ടിയും പിടിച്ചെടുക്കാമായിരുന്നു. അത് അത്രയും മാത്രമേ ചെയ്യേണ്ടിയിരുന്നുള്ളൂ. എന്നാൽ പൂർവ്വ വൈരാഗ്യം വെച്ചിട്ട് വിക്രമിനെ കെണിയിൽപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ഇവരുടെ വിചാരം എന്നിങ്ങനെ നമ്മുടെ വേദ പറയുമ്പം CI സാർ ഇങ്ങനെ നോക്കുവാണ് നമ്മുടെ സാബു സാറിനെ. മാത്രവുമല്ല, വിക്രമിൻ്റെ പേരിൽ മയക്കുമരുന്ന് പരിപാടികളുടെ ചാർജ് കൂടെ നടപ്പിലാക്കുന്നതിനുള്ള പണികളല്ലേ സാർ ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നിങ്ങനെ വേദ ചോദിക്കുവാണേ. അത് തന്നെയുമല്ല, ഈ പോലീസിൻ്റെ കയ്യിൽ മയക്കുമരുന്നൊക്കെ എങ്ങനെ വരും സാർ? ഇത് വളരെ വലിയ കുറ്റമാണെന്ന് വേദ പറയുന്നുണ്ട്. ഇയാൾക്കെതിരെ നടപടി ഒന്നും എടുത്തില്ലെങ്കിൽ ഈ തെളിവുകളെല്ലാം വെച്ചിട്ട് എനിക്ക് ഈ സ്റ്റേഷൻ മുന്നിൽ വെച്ചിട്ട് തന്നെ നാട്ടുകാരോടെല്ലാം ഇതെല്ലാം വിളിച്ച് പറയേണ്ടി വരും എന്നിങ്ങനെ വേദ പറയുന്നുണ്ട്. എന്നിട്ട് CI സാർ തന്നെ അയാളെ ഇങ്ങനെ പുറത്തിറങ്ങണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ മറ്റേ നല്ലൊരു പോലീസുകാരുണ്ടെന്നല്ലോ, ആ പോലീസുകാരൻ ചെന്നിട്ട് വിക്രം എന്ന് വിളിച്ചിട്ട് കയ്യിലെ കെട്ടും കാലിലെ കെട്ടും എല്ലാം അഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വേദ ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ്. വേദയ്ക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നേ ഇല്ല കേട്ടോ. അപ്പം വിക്രത്തിന് ഇങ്ങനെ നടക്കാൻ വയ്യ കേട്ടോ. എന്നിട്ട് പോലീസുകാരും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പോലീസുകാരൻ അപ്പുറത്തെ സൈഡിൽ ഇന്നൊരു സൈഡിൽ നമ്മുടെ വേദയും കൂടെ താങ്ങി പിടിച്ചുകൊണ്ടാണ് വരുന്നത്. സർ, സീ ദിസ്, ഇത്ര മാത്രം തല്ലി ചതയ്ക്കാൻ വേണ്ടിയിട്ട് വിക്രം എന്ത് തെറ്റാ ചെയ്തത് എന്നിങ്ങനെ നമ്മുടെ വേദ CI സാറിൻ്റെ അടുത്ത് ചോദിക്കുവാണ്. 2 കാരണങ്ങൾ കൊണ്ടാണ് ഇയാൾ വിക്രമിനെ തല്ലി തയ്ച്ചത്. 1, ഇയാൾക്ക് പൂർവ്വ വൈരാഗ്യമുള്ളതുകൊണ്ട്. 2, വിക്രമിനെ തല്ലി ചതയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആരോടോ പൈസയും മേടിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ CI സാർ ഇങ്ങനെ തലയാട്ടുന്നുണ്ട് കേട്ടോ. ഒന്ന് മദ്യപിക്കുകയോ പുകവലിക്കുകയോ പോലും ചെയ്യാത്ത ആളുടെ ശരീരത്തിൽ ഇയാൾ മയക്കുമരുന്നും കൊത്തിവെക്കാൻ ശ്രമിച്ചത് പൂർവ്വ വൈരാഗ്യം കൊണ്ട് തന്നെയാണ്. അതുതന്നെയല്ല, ജാമ്യം പോലും കിട്ടാതെ ഉള്ളിൽ കടത്താനുള്ള വഴിയാണ് SI സാർ ആലോചിച്ചുകൊണ്ടിരുന്നത്. സർ, പോലീസുകാർ കുറ്റവാളികളായെന്നാൽ ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ എന്താകും സർ എന്നിങ്ങനെ വേദ CI സാറിനോട് ചോദിക്കുവാണ്. വേദ, നമുക്ക് പരിഹരിക്കാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വേദ പറയുന്നുണ്ട്, സർ, അങ്ങനെ പരിഹരിക്കാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ ഈ നിമിഷം തന്നെ ഈ പോലീസുകാരൻ വിളിച്ചു പറഞ്ഞ മൊഴി തെളിവായിട്ട് സ്വീകരിക്കണം. അതുതന്നെയല്ല, കയ്യിലുള്ള നമ്മുടെ മെഡിസിനും അതുപോലെ തന്നെ സിറിഞ്ചും തെളിവായിട്ട് സൂക്ഷിക്കുകയും വേണം. അത് തന്നെയുമല്ല, വിക്രമിനെ കൊത്തിവെക്കുന്നതിന് വേണ്ടിയിട്ട് ഇയാൾ കണ്ടെത്തി വെച്ചിരിക്കുന്ന മയക്കുമരുന്ന് ഇയാളുടെ സാന്നിധ്യത്തിൽ തന്നെ ഇയാളുടെ റൂമിൽ നിന്നത് പിടിച്ചെടുക്കുകയും വേണം എന്നും വേദ പറയുന്നുണ്ട്. വിക്രമിനെ ആശുപത്രി കൊണ്ടുപോയി ദേഹം പരിശോധിച്ച് മുറിവും ചതവും എല്ലാം രേഖയുമാക്കണം. ഇങ്ങനൊരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സസ്പെൻഷൻ നടപടികളുമായി മുന്നോട്ട് പോകണം സർ എന്നിങ്ങനെ വേദ പറയുമ്പം നമ്മുടെ സാബു സാർ പറയുന്നുണ്ട്, സർ, താനൊന്നും മിണ്ടാതിരിക്കടോ എന്നിങ്ങനെ നമ്മുടെ CI സാർ പറയുകയാണേ. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തോളാം, താനിപ്പോൾ വിക്രമുമായിട്ട് ആശുപത്രിയിലൊന്ന് പോയിട്ട് രേഖകൾ റെഡിയാക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. വിക്രമിന് ഒട്ടും നടക്കാൻ വയ്യ കേട്ടോ. അപ്പോഴത്തേക്കിനും ഇങ്ങനെ പോകുന്ന സമയത്തും വിക്രം ഒന്നിങ്ങനെ തിരിഞ്ഞ് നമ്മുടെ സാബു സാറിനെ നോക്കുന്നുണ്ടേ. പിന്നീട് നമ്മുടെ താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ പോവുകയാണേ. എന്താണെങ്കിലും അവർ നേരെ ആശുപത്രിയിലൊക്കെ പോയിട്ട് വിക്രത്തിനെ വീട്ടിലോട്ട് കാറിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ വിക്രത്തിൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് വർക്ക്ഷോപ്പിലെ. കാറിൽ നിന്നൊക്കെ പിടിച്ചിട്ടാണ് നമ്മുടെ തറയിലോട്ട് നിർത്തുന്നതൊക്കെ. വേദയും പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പടി കയറി ഉള്ളിലേക്ക് കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ വിശ്വം ഉമ്മറത്തെ തിണ്ണയിൽ തന്നെ ഇരുന്ന് ചായ കുടിക്കുക കേട്ടോ. എന്താടാ വിക്രം, എന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിശ്വം ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. അമ്മേ ഇങ്ങ് വന്നേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ വിശ്വം. അന്നത്തേക്കിനും കൊണ്ടുവന്ന് നമ്മുടെ അരഫ്രൈസിലൊക്കെ ഇരുത്തിയ തിണ്ണയുടെ അവിടെ. എന്നിട്ട് അമ്മ വന്നതും നമ്മുടെ വിക്രമിനെ ഇങ്ങനത്തെ അവസ്ഥയിലിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. മോനെ എന്ത് പറ്റിയിടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഓടി വരുവാണ് കരഞ്ഞുകൊണ്ട്. എന്താടാ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും പറയുന്നു വേദം നമ്മുടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. വിക്രമിൻ്റെ പോലീസ് അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് പോലീസ് ചെക്കിങ് നടന്നതും വിക്രത്തിൻ്റെ കയ്യിലുണ്ടാകുന്ന രേഖയെല്ലാം മേടിച്ച് കത്തിച്ചയച്ചതും അതിനുശേഷം നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതും തല്ലി ചതയ്ക്കുന്നതും എല്ലാം ഇങ്ങനെ പറയുകയാണേ. അന്നത്തേക്കിനും എന്താടാ ഇതെന്നിങ്ങനെ ചോദിക്കുക. എന്നാലും നമ്മുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, പുറത്ത് വെച്ച് ഇവനും അകത്ത് വെച്ച് അയാളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, രണ്ടിലൊന്നും അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. മതി വിക്രം, ഇനി നീ ഒന്നിനും പോകണ്ട എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ വിശ്വം പറയുവാണേ, അല്ലമ്മേ, ഇത് നിയമപരമായി തന്നെ മുന്നിലോട്ട് പോകണം. കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയതിന് ഇൻസ്പെക്ടറിനെതിരെ ഒരു പരാതി കൊടുത്തുവിടായിരുന്ന വിക്രം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വിശ്വം ചോദിക്കുവാണേ. അതൊക്കെ വേദ അപ്പളെ ചെയ്തു വിശ്വമായിട്ടാ എന്നിങ്ങനെ പറയേ. അപ്പം വിശ്വം ചോദിക്കുക, ആദ്യം ഒന്ന് ചോദിക്കുവേ. CI ആണെങ്കിൽ വേദയുടെ പരാതി കേട്ടിട്ട് സ്റ്റേഷൻ വരെ വന്നല്ലോ.
ഒന്നും പറയാൻ പറ്റത്തില്ല. പോലീസുകാർ എപ്പോഴും ഒന്നിച്ചല്ലേ നിൽക്കുള്ളൂ എന്നിങ്ങനെ കൂട്ടുകാരന്മാരും ഒക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്, അതെന്താ അപ്പം നമ്മുടെ വേദയുടെ പരാതി സ്വീകരിച്ചില്ലെന്നിങ്ങനെ ചോദിക്കുമ്പം നമ്മുടെ വേദയാണെങ്കിൽ ഇങ്ങനെ പോലീസ് പറഞ്ഞ കാര്യം ഓർക്കുവാണേ. നമ്മുടെ സി ഐ സാർ അപ്പോൾ പറഞ്ഞിരുന്നല്ലോ, ആശുപത്രിയിലേക്ക് പോയി വന്നതിന് ശേഷം നേരെ സ്റ്റേഷനിലേക്ക് വരണമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ വേദ വിക്രത്തിനെയും കൂട്ടിയിട്ട് ആശുപത്രിയിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നേ. അപ്പോൾ കൂടെ കൂട്ടുകാരും ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ വേദ പെട്ടെന്ന് സ്റ്റേഷനുള്ളിലേക്ക് കിടക്കുമ്പോഴത്തേക്കിനും പോലീസ് ഉദ്യോഗസ്ഥ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പം ആരാന്ന് ചോദിക്കുക, ഞാൻ വേദ, സി ഐ സാർ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയും കേട്ടോ. സി ഐ സാർ പോയല്ലോ എന്ന് ചോദിക്കുവേ. അപ്പോഴത്തേക്കിനും എന്നോട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും സാബു സാറിൻ്റെ റൂമിലേക്ക് വേദ അങ്ങോട്ട് പോവുകയാണേ. അപ്പോൾ സാബു സാർ ഇങ്ങനെ ടേബിളിൽ തന്നെ ഇരിക്കുക കേട്ടോ. വേദ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും മാഡം ഇരിക്കണം എന്ന് പറയുകയാണേ. അതും എണീച്ച് നിന്നിട്ടൊക്കെയാണ് മാഡം വരൂ ഇരിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ വേദയോട് ചോദിക്കുവാണേ, ഡോക്ടർമാർ എന്ത് പറഞ്ഞു, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണേ. അല്ലെങ്കിലും ജീപ്പിൽ നിന്ന് എടുത്തു ചാടിയിട്ട് ഇത്രയല്ലേ പറ്റുള്ളൂ എന്നിങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുവാണ്. അങ്ങനെ സമാധാനിക്കാം അല്ല മേഡം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വേദ ഇങ്ങനെ പറയുകയാണ്, ഓഹോ പ്ലാൻഡ് ആയിരുന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ്. മേഡം എന്തൊക്കെയായി പറയുന്നത്, റോഡിൽ വെച്ചിട്ട് എന്നെ തള്ളി താഴെ ഇട്ടിട്ട് പോലും ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്നിങ്ങനെ പോലീസുകാരൻ ചോദിക്കുവാണ്. വണ്ടിയിൽ നിന്ന് എടുത്തു ചാടിയതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ, മേഡം ലൈവൊക്കെ പോയിട്ട് സി ഐ സാറിനോടൊക്കെ വിളിച്ച് പറഞ്ഞാലും സത്യം അല്ലാതായിരിക്കുമോ. സി ഐക്ക് കാര്യം ബോധ്യപ്പെട്ട് പുള്ളി തിരിച്ച് പോവുകയും ചെയ്തു എന്ന് പറയുവേ. പിന്നെ മേഡം ഇടപെട്ട കേസായതുകൊണ്ട് കേസൊന്നും എടുക്കരുതെന്ന് ഞാൻ സി ഐയോട് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുവേ. അങ്ങനെ വേദ അവിടുന്ന് ഒന്നും മിണ്ടാതെ ഇറങ്ങി വരികയാണേ. അപ്പോൾ ആ കഥയെല്ലാം ഇവിടെ വന്ന് പറയാം കേട്ടോ. അപ്പം നന്ദിനി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അവരെ സംരക്ഷിക്കാൻ കൂടെ നിന്നില്ലെങ്കിൽ തല വേക്കൻ്റ് ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. വേദയ്ക്ക് കലി വരുന്നുണ്ട് കേട്ടോ. മതി, ഇനി ഒന്നും വേണ്ട. എന്താണെങ്കിലും കേസൊന്നും ഇല്ലാതെ ഇവൻ ഇങ്ങോട്ട് തിരിച്ചെത്തിയല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നിങ്ങനെ നമ്മുടെ അമ്മ പറയുകയാണ്. മക്കളെ ഇവനെ വേഗം ആ റൂമിലേക്ക് കിടത്ത്, ദേഹത്ത് ഇത്തിരി ചൂടുവെള്ളമൊക്കെ പിടിക്കണം. അന്നേരം നമ്മുടെ വിക്രം പറയുന്നത് വേണ്ട അമ്മയെന്ന് പറയുമ്പോൾ, വേണ്ട നീയാണോ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രീജയോട് ഇത്തിരി വെള്ളം വെക്കാൻ പറയുവേ. പിന്നീട് നമ്മുടെ വിക്രത്തിനെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തുവാണ്. വിക്രത്തിന് അങ്ങ് ഒട്ടും വയ്യ കേട്ടോ. ഷർട്ടൊക്കെ ഊരുന്നുണ്ട്. എന്നിട്ട് ഷർട്ടൊന്നും ഊരാൻ വയ്യ കേട്ടോ, ഒരു കൈ പൊക്കാൻ കൂടി വയ്യേ. അപ്പോഴത്തേക്കിനും ഇങ്ങനെ കഷ്ടപ്പെട്ട് ഊരുന്ന് കാണുമ്പോഴത്തേക്കും നമ്മുടെ വേദ ഷർട്ട് ഊരാനായിട്ട് ബട്ടൺസ് ഊരാനായിട്ട് ചെയ്യുമ്പോഴത്തേക്കിനും തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. അന്നത്തേനും കൂടെ നമ്മുടെ വർക്ക്ഷോപ്പിലെ കൂട്ടുകാരന്മാരൊക്കെ ചേർന്നിട്ട് ഷർട്ട് ഊരി അവിടെ വെക്കുന്നുണ്ട്. ഇവിടെ അവൻ തീർക്കാൻ പറ്റാവുന്നത്തോളം വൈരാഗ്യം എല്ലാം തീർത്തു അല്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ടാണ് പോകുന്നത് അവിടുന്ന്. പിന്നീട് വിക്രം ഇങ്ങനെ മലന്ന് കിടന്നിട്ട് അമ്മയാണെങ്കിൽ ചൂടുവെള്ളം വെക്കുകയാണ് പുറത്ത്. ഓരോ പ്രാവശ്യം വെക്കുമ്പോഴും വിക്രം ഇങ്ങനെ കരയുവാണ്, വേദന കൊണ്ട് പൊളയുവാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ സങ്കടം വന്നിട്ട് കണ്ണിക്കൂടെ വെള്ളമെല്ലാം വരുവാണ്. ചൂട് പിടിക്കുമ്പോഴത്തേക്കിനും വിക്രത്തിന് ഇങ്ങനെ പൊള്ളലേക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ കാറുമ്പോഴത്തേക്കിനും നമ്മുടെ കമലമ്മ പറയാണ്, ആ കാലമേടൻ്റെ തലയിൽ ഇടുത്തി വീഴും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കണ്ണി ചോരയില്ലാതെ കാണിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നത്തേക്കിനും പിന്നീട് നമ്മുടെ വിക്രം പറയുകയാണ്, എസ്സയോടുള്ള ദേഷ്യം എൻ്റെ പുറത്ത് കാണിക്കല്ലേ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വേദന നോക്കിക്കൊണ്ട് അടുത്തന്നെ നിൽക്കുന്നുണ്ട്. വേദനിക്കുന്നു എന്നൊക്കെ നമ്മുടെ വിക്രം ഇങ്ങനെ പറയുകയാണ്, കണ്ണടച്ച് പിടിച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കമലമ്മ പറയുന്നുണ്ട്, നാട്ടുകാർക്ക് വേണ്ടിയിട്ട് മോനെ നീ എന്തിനിങ്ങനെ അടികൂടാൻ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുവാണ്. ഈ നാട്ടുകാരോട് ഇങ്ങനെ തല്ലുവടി ഉണ്ടാക്കി നടക്കുന്നതുകൊണ്ടല്ലേ ആ ഇൻസ്പെക്ടറിന് നിന്നോട് ഇത്രയും വലിയ ദേഷ്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും അമ്മ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നതെന്ന് ചോദിക്കുക. അമ്മയ്ക്ക് ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. എനിക്ക് എൻ്റെ ആഗ്രഹം എൻ്റെ കൊച്ചിൻ്റെ തടി കേടുകൂടാതെ ആയുഷ്കാലം ഉണ്ടാവണം, എനിക്ക് അത്രേ വേണ്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ കമലമ്മ പറയുവാണേ. അങ്ങനെയൊക്കെ ഉണ്ടാകണമെങ്കിലേ നിൻ്റെ കൂട്ടുകെട്ട് ആദ്യം അവസാനിപ്പിക്കണം. ഇത്രയും നാളും ഉള്ള പോലെ ഒന്നും അല്ല ഇനി നിൻ്റെ മുന്നിലോട്ടുള്ള ജീവിതം. ആ തോന്നൽ നിനക്കുണ്ടാവണം. ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് മെക്കിട്ട് കയറാൻ വന്നാൽ കുറച്ചൊക്കെ ഒഴിഞ്ഞു പോകുന്നതുകൊണ്ട് ഒരു ദോഷവും വരാനില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കമലമ്മ പറയുകയാണേ. ഇന്ന് വിക്രം മനഃപൂർവ്വം അങ്ങോട്ട് പോയതല്ലമ്മേ, ആ ഇൻസ്പെക്ടർ മനഃപൂർവ്വം ചെയ്ത എന്നിങ്ങനെ വേദ പറയുവാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കെൻ്റെ വേദാളവേന്നിങ്ങനെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ശരീരം വേദനിച്ചിട്ട് വയ്യ, ഇനി അതിൻ്റെ കൂടെ കുറ്റപ്പെടുത്തലും കൂടെ സഹിക്കാൻ വയ്യ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് വേദ ഇങ്ങനെ ഒരു കണ്ണടയ്ക്കും കേട്ടോ. എന്നിട്ട് അമ്മയെ നോക്കിയിട്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുക, ഞാൻ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അമ്മ പറയും എന്ന് പറഞ്ഞിട്ട് അമ്മ പതിയെ അവിടെ നിന്ന് എണീക്കുവേ. എന്നിട്ട് നമ്മുടെ വേദ ഇങ്ങനെ തുണിയിൽ ചൂടൊക്കെ മുക്കിയിട്ട് ഇങ്ങനെ വിക്രമിൻ്റെ ദേഹത്ത് ഇങ്ങനെ പതിയെ പിടിക്കുവാണ്. എന്നിട്ട് നമ്മുടെ വേദ ഇങ്ങനെ പതിയെ ചൂടുവെള്ളമൊക്കെ എടുത്തിട്ട് പതിയെ ഇങ്ങനെ ആക്കുവാണ്. അന്നത്തേക്കിനും വിക്രത്തിനൊരു ആശ്വാസമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. വേദ കരയുന്നുമുണ്ട്. അന്നത്തേക്കും നമ്മുടെ വിക്രം പറയുകയാണ്, ആദ്യം അമ്മ ചെയ്തപ്പോൾ ഭയങ്കര വേദനയായിരുന്നു, ഇപ്പം ഇത്തിരി ആശ്വാസമൊക്കെ കിട്ടുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നതാണ്.
അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്കിനും വേദയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ വിക്രത്തിൻ്റെ ദേഹത്തോട്ട് വീഴുന്നുണ്ട്. അപ്പോഴത്തേക്കിനും വിക്രത്തിന് മനസ്സിലായി കേട്ടോ, അമ്മക്ക് അറിയാമെന്ന്. അമ്മയ്ക്ക് അറിയാമെന്നമ്മേ, ഇതൊക്കെ മാറും, ഇത് 2 ദിവസം കൊണ്ടൊക്കെ മാറുന്ന കാര്യമാണെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അമ്മ അപ്പുറത്ത് പോയിരുന്ന് കരയുന്നുണ്ട് കേട്ടോ. അമ്മ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം, ഇനി BP കൂടും, പിന്നെ പല പ്രശ്നങ്ങളും ആകും എന്നൊക്കെ ഇങ്ങനെ വിഷയം പറയുകയാണ്. അതുപോലെ തന്നെ ശ്രീജയടത്തെ ഇങ്ങനെ സമാധാനപ്പെടുത്തുന്നുണ്ട് കേട്ടോ, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി കുറച്ച് കാലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ദേശാസന്ധി മാറും നല്ല ജ്യോത്സ്യർ പറഞ്ഞ ഇങ്ങനെ ശ്രീജ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നന്ദിനി പറയുകയാണ്, ശ്രീജ എടുത്തി എന്താ വല്ല വട്ടുമുണ്ടോ എൻ്റെ ശ്രീജ എടുത്തി, പോലീസിൻ്റെ നേർക്ക് മെക്കിട്ട് കയറാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ മിണ്ടാതിരിക്കത്തൊന്നുമില്ല, ഒരു ദേശാസന്ധിയും അവിടെ ഒന്നും പരിഹാരം ആവത്തില്ല, അവൻ്റെ കയ്യിലിരിപ്പം മാറിയെന്ന് തന്നെ ശരിയാവുള്ളൂ. അവൻ ആ ഇൻസ്പെക്ടറിനെ വഴിയിലിട്ട് തല്ലിയെന്ന് വിനേട്ടൻ എന്നോട് പറഞ്ഞതാ എന്നൊക്കെ ഇങ്ങനെ പറയുവേ. അന്നേരത്തേക്ക് നമ്മുടെ ശ്രീജയടുത്ത് പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കുന്നു നന്ദിനി എന്ന് പറയുന്നുണ്ട്. അതൊക്കെ പറയാനായിട്ട് കാലം നേരമൊക്കെ നോക്കി വേണ്ട പറയാമെന്ന് ഇങ്ങനെ പറയുവേ. ഇപ്പം എന്താ പറഞ്ഞാൽ സത്യമല്ല ഞാൻ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും അമ്മ പറയുന്നുണ്ട്, സത്യം നന്ദിനി നീ പറഞ്ഞത്, അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കാലദോഷ സമയത്താണ്. അങ്ങനെയാണെങ്കിൽ അമ്മ പറഞ്ഞത് കറക്റ്റാണ്. ഈ വേദ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശ്രീജയടുത്ത് പറയുന്നുണ്ട്, നിനക്ക് വേദയോട് ദേഷ്യമുണ്ടെന്ന് കരുതി അത് കറക്റ്റ് സമയത്ത് തന്നെ ഇറക്കണമെന്നൊക്കെ ചോദിക്കുവേ. എനിക്ക് ദേഷ്യമൊന്നുമില്ല ശ്രീജയടുത്തി, അല്ലെങ്കിൽ തന്നെ നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർ ദേഷ്യം കാണിച്ചിട്ടൊക്കെ എന്ത് ആവാനാ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരുകളല്ലേ. അപ്പോൾ നമ്മുടെ അമ്മ കമലമ്മയാണെങ്കിൽ സങ്കടത്തോട് കൂടിയിട്ട് തന്നെ കരഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ നന്ദിനോട് ചോദിക്കുവാണ്, നിൻ്റെ പ്രശ്നം എന്താ നന്ദിനി, ഇന്ന് ആ വേദ ഉണ്ടായിരുന്നുകൊണ്ടല്ലേ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവനെ ഇറക്കിക്കൊണ്ട് വരാൻ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അല്ലെങ്കിൽ പോലീസുകാരന് എന്തൊക്കെ ചെയ്യുമായിരുന്നു ശരിയല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ്. അമ്മ അത് അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ടാണ്, അവൾ മനഃപൂർവ്വം നിർബന്ധിച്ചിട്ടല്ലേ ഇന്ന് അമ്പലത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയത്, ഇല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുമുണ്ട്. അതായത് നമ്മുടെ വിശ്വം പറയുന്നുണ്ട്, മതി ഇനി ഈ പ്രശ്നം വലിച്ചു നീട്ടണ്ടെന്നൊക്കെ പറയുവാണ്. അപ്പോഴത്തേക്കിനാണ് രാധ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി രാധ വാന്ന് പറയും കേട്ടോ. അപ്പം കമലമ്മ ഇങ്ങനെ മിണ്ടാതിരിക്കുവാണ്. അമ്മ വിക്രത്തിനെ പോലീസ് ഇങ്ങനെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞോട് വരുവേ. അപ്പോൾ നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്, അറസ്റ്റ് ചെയ്യുക മാത്രമല്ല നന്നായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും രാധയ്ക്ക് അങ്ങ് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ്. അയ്യോ, എന്നിട്ട് ജാമ്യം ഇറക്കാനുള്ള ഒരു കാര്യം ചെയ്തില്ലെന്നൊക്കെ ചോദിക്കുക. വേദ കൈയോടെ തന്നെ ജാമ്യം എടുത്ത് കൂട്ടിക്കൊണ്ട് വന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിന് എന്നിട്ട് എന്ന് പറയും, അവനെ റൂമിൽ കിടത്തിയിട്ട് നല്ല തൈലമിട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയെന്നിങ്ങനെ നന്ദിനി പുച്ഛഭാഗത്തോടു കൂടി പറയുവേ. പാവം, നന്നായി തല്ലി കിട്ടിയതിന് പാടമുണ്ട് ദേഹം മുഴുവനും എന്നൊക്കെ ഇങ്ങനെ നല്ല എരിവ് കയറ്റുന്നതിന് വേണ്ടിയിട്ട്, രാധേനെ എരിവ് കയറ്റുന്നതിന് വേണ്ടിയിട്ട് നന്ദിനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. എന്നാൽ ഞാൻ അവിടെ പോയിട്ട് ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കും കമലമ്മ പറയുവേ, രാധേ എന്ന് പറഞ്ഞ് അവിടെ വിളിച്ച് നിർത്തുവേ. ഇപ്പം നീ അങ്ങോട്ടേക്ക് പോകുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുവേ. അവിടെ അവൻ്റെ മുറിയിൽ അവൻ്റെ ഭാര്യയാണ് ഇപ്പോൾ അവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. അതിനിടയിലേക്ക് നീ കയറി ചെല്ലുന്നത് ഉചിതമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ രാധ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വരികയാണ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, അച്ഛമ്മ പറഞ്ഞത് കേട്ടല്ലോ, എനിക്കും അത് തന്നെ പറയാനുള്ളൂ, അവരെ അവരുടെ പാട്ടിന് വിട്ടേക്ക് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് രാധ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടി പോകുമ്പോഴത്തേക്കിനും അമ്മ അവളൊരു പാവ അമ്മേ, അവളോട് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ കമലമ്മ പറയും, നന്ദിനി നിർത്ത്, അവൾ പാവമാണെന്ന് അറിയാനായിട്ട് നന്ദിനിയുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടാന്ന് ഇങ്ങനെ കമലമ്മ പറയുവേ. ഞാൻ അവളെ കുഞ്ഞുനാൾ മുതലേ കാണുന്നതാന്നൊക്കെ പറഞ്ഞിട്ട് കമലമ്മ കരഞ്ഞുകൊണ്ട് എണീച്ച് പോവേ. അപ്പോഴത്തേക്കിനും രാധ ഇങ്ങനെ ഇറങ്ങി വരുമല്ലേ, ഒന്ന് പോയി നോക്കിയേക്കാന്ന് പറഞ്ഞിട്ട് രാധ ഇങ്ങനെ പതിയെ ജനലിനകത്തോടെ പോയി എത്തി നോക്കുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ വേദ വിക്രമൻ ഇങ്ങനെ ചൂട് വെച്ച് കൊടുക്കും കേട്ടോ. അത് കണ്ടിട്ട് രാധ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഓട്ടോയിൽ കയറി പോവുകയാണേ. അങ്ങനെ ചൂട് വെച്ച് വിക്രം കിടന്നങ്ങ് ഉറങ്ങിപ്പോയേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീചേർത്തി കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ നേരം വേദ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു കേട്ടോ. എന്തായെന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. കഞ്ഞി റെഡി ആയിട്ടുണ്ട്, വിക്രം എവിടെയും ചോദിക്കുക. വിക്രം ഒന്ന് മയങ്ങിപ്പോയായിരുന്നു, പിന്നെ ഇപ്പോൾ ഉമ്മറത്ത് വന്നിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വേദ പറഞ്ഞ പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, നന്നായിട്ടുണ്ടോയെന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. വേദ ഇങ്ങനെ എന്നിട്ട് കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയുകയാണേ. ചെറുപ്പത്തിലേ മുട്ടുകയും തട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു സൂപ്പ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛനമ്പത്തേക്ക് മാഷ് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കുട്ടികൾ കളിക്കുകയും വീഴുകയും ചെയ്യുമ്പോൾ ഉണ്ടാക്കി കൊടുക്കേണ്ട സൂപ്പല്ല പോലീസുകാർ തല്ലി ചതയ്ക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നിങ്ങനെ പറയുവാണേ.
അച്ഛാ വിക്രം അതിന് എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ശ്രീജ, അറിയാനുള്ളതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയുവേ. ആ ഇപ്പോൾ തെറ്റ് ചെയ്തില്ല എന്ന് കരുതി മുമ്പ് ചെയ്ത തെറ്റുകൾക്കെല്ലാം ഉള്ളത് മേടിച്ച് കഴിഞ്ഞില്ലല്ലോ, തുടങ്ങിയതല്ലേ ഉള്ളൂ എന്നിങ്ങനെ അച്ഛൻ പറയുവേ. എന്നിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എടുത്ത് അച്ഛൻ ഇങ്ങനെ മണത്ത് നോക്കുവേ. എന്നിട്ട് പറയുവേ, ഇതുകൊണ്ടൊന്നും ഉള്ളിലെ നീര് പോകത്തില്ല. ഇത് ചെന്നിനായകം മേടിച്ചിട്ട് അതിനകത്ത് ഇത്തിരി പച്ചമുട്ടയും കൂടെ കലക്കി കൊടുക്കുക, ഉള്ളിലെ നീര് പോകാൻ അതാ നല്ലതെന്നിങ്ങനെ അച്ഛൻ പറയുവേ. അപ്പോൾ ശ്രീജയടുത്ത് പറയുവേ, അച്ഛൻ പറഞ്ഞ കാര്യമാക്കണ്ടെന്ന് ഇങ്ങനെ പറയുവേ. അന്നത്തേക്കിന് നമ്മുടെ വേദ പറയുന്നുണ്ട്, അത് സത്യമാണ്, അതൊരു നാടൻ മരുന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. എന്നാൽ ഇത് കൊണ്ട് കൊടുക്കുക എന്നും പറയുവാണ് ശ്രീജയടത്തി. അപ്പോഴത്തേക്കും നമ്മുടെ വേദ പറയുന്നുണ്ട്, ഇത് ശ്രീജയടുത്ത് തന്നെ കൊടുത്താൽ മതി. ഞാൻ കൊടുത്തിട്ട് പിന്നെ ഇത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലോ, വാന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുവാണ് ശ്രീജയടത്തിനെ. വിക്രം അപ്പോഴത്തേക്കിനും ഉമ്മറത്തിരുന്നിട്ട് ചതവേറ്റ ഭാഗത്ത് കാലിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ സൂപ്പും കൊണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷു അവിടെ നിന്ന് എന്തൊക്കെയോ കഴിക്കുകയാണ്. ആ കൂട്ടത്തിൽ എന്താ ശ്രീജി അതെന്ന് പറയും, അത് ഒടുവും ചതവൊക്കെ ഉള്ളവർക്ക് കഴിക്കാനുള്ള സൂപ്പാന്ന് പറയേ. അന്നത്തേക്കിനും സൂപ്പാണ്, എന്തായാലും എന്താ സൂപ്പല്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിക്രം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. നന്നായിട്ടുണ്ടല്ലോ ഏട്ടത്തിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീജി അടുത്ത് ചിരിക്കുന്നുണ്ട്. വേദ കൂട്ടൊക്കെ പറഞ്ഞു തന്നെ, ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ എന്നിങ്ങനെ നമ്മുടെ ശ്രീജയടുത്ത് പറയുമ്പോഴത്തേക്കിനും വിക്രം കഴിച്ചിട്ട് ഇങ്ങനെ ഏതൊക്കെയാലും നല്ലതാണെന്ന് പറഞ്ഞും പോയി, ഇനി മാറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് വേദന നോക്കിയിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും നമ്മുടെ വേതാളത്തിൻ്റെയും വിക്രമൻ്റെയും ഉള്ളിലെ ആ ഒരു മഞ്ഞ് ഒരുക്കി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണെങ്കിലും നമുക്ക് മുന്നിലോട്ടുള്ള എപ്പിസോഡുകളിൽ നല്ല നല്ല മുഹൂർത്തങ്ങൾ കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്